അബൂദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് പറഞ്ഞു, കേട്ടോ, ചുരുക്കി പറയാ, നിന്റെ നാട്ടിലേക്ക് പോയിക്കോ, ഇവിടെ പ്രശ്ന നടക്കൂല, വിട്ടോ. ഓർക്കണം, ഉള്ളാളത്തൊക്കെ മുമ്പത്തെ കാലം ഓർക്കണം. ഇന്നത്തെ ഉള്ളാളമല്ല. വീടിന് ചുറ്റും വളഞ്ഞ് വെട്ടുകത്തിയുമായി കാത്തുനിന്ന ഉള്ളാളം നിങ്ങൾ ഓർക്കണം. മൂസാഖാന്റെ പെരടി പിടിച്ച് കഴുത്ത് പിടിച്ച് വിളിയടാ ഉള്ളാളം തങ്ങളെ, വിളിയടാ മൊയ്തീൻ ശൈഖേ എന്ന് പറഞ്ഞ 6 കൊല്ലത്തിന് മുമ്പുള്ള ചരിത്രം കേരളക്കരയിൽ പോലും നിങ്ങൾ ഓർക്കണം. വിളിയടാ ലാത്തവല്ലുസ എന്ന് ബിലാലിന്റെ നെഞ്ചത്ത് കല്ലുകയറ്റി വെച്ച് പറഞ്ഞ ആ ചരിത്രം നിങ്ങൾ ഓർക്കണം. സഹോദരങ്ങളെ, ആ ചരിത്രം ഓർക്കുമ്പോഴാണ് ഈ അബൂദർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. വെറുതെ ഇരിക്കാനല്ല, കിട്ടിയ വിജ്ഞാനം അനുസരിച്ച് വീട്ടിലിരിക്കാനല്ല, സ്വന്തം അനുജനെ, കേട്ടോ, അനീസിനെ വിളിക്കുന്നു, പോനെ, ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്വം ഇതാണെന്ന് സ്വന്തം അനുജനോട് പറയുന്നു. അനുജനെയും കൂട്ടി ഉമ്മാനോട് സംസാരിക്കുന്നു. ഓർക്കണം, ഉമ്മാനോട് സംസാരിക്കുന്നു. ഉമ്മ ഇസ്ലാം സ്വീകരിക്കുന്നു. ശ്രദ്ധ തെറ്റിപ്പോകരുത്. ഉമ്മ ഇസ്ലാം സ്വീകരിക്കുന്നു. എന്നിട്ടോ ഒരു ഉമ്മയുടെ 2 മക്കൾ, അബൂദർ അൽ ഗഫാരിയും അനീസും, ഉമ്മയും ആ ഗഫാർ ഗോത്രം മുഴുവനും കേറിയിറങ്ങുന്നു. വിശ്വാസികളെ, മുജാഹിദുകളെ, MSMകാരെ, നാം വീട് കയറിയിറങ്ങാത്ത എത്ര ആളുകൾ ഇവിടെ ഉണ്ടാകും? RSSും ബജ്രംഗളും ശിവസേനയും അതുപോലെയുള്ള വിശ്വ ഹിന്ദു പരിഷത്തും അള്ളാഹുവിന്റെ അടിമകളാണ്, ആദമിന്റെ മക്കളാണ്, ആദം സന്തതികളാണ്. ലോകത്ത് ക്രിസ്ത്യാനി ആദമിന്റെ സന്തതികളാണ്. പറയനും പുലയനും ഏതൊക്കെ വകുപ്പിൽപ്പെട്ടവരുണ്ടോ ജാതി പറയാൻ പാടില്ലെന്നതാണ്. അവരൊക്കെ ഉൾക്കൊള്ളുന്ന സമൂഹം നാളെ അവർ പരലോകത്ത് വരും. നമുക്കെതിരെ അവർ വിരളിച്ചുകൊണ്ടും റബ്ബനാ ആതിൽ ദൈഫൈന മിനൽ അദാബ് എന്നവർ പറയും. ആ ഒരു സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കണോ? കണ്ണുകൾ അഞ്ചിപ്പോവുകയും മുഖം വിവർണമാകുകയും യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ എന്ന് പറയുന്ന 24-ാം അധ്യായം 35 മുതൽ 37 വരെ പറയുന്ന കണ്ണഞ്ചിപ്പോകുന്ന, ഹൃദയം ഭയപ്പെടുന്ന ആ നരകത്തെ ഓർത്തുകൊണ്ട്, പരലോകത്തെ ഓർത്തുകൊണ്ട് ഈ ദൗത്യം നിർവഹിക്കാൻ അബൂദർ സന്നദ്ധനാകുന്നു. ഗഫാർ ഗോത്രം ഒന്നിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ ഗോത്രം ഒന്നിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നു. അതിന്റെ തൊട്ടടുത്ത അസ്ലം ഗോത്രം അവരെയും അവർ ടാർഗറ്റ് ചെയ്യുന്നു. അവിടെ ചെല്ലുന്നു, ദഅവത്ത് നടത്തുന്നു. അസ്ലം ഗോത്രവും മാറുന്നു. ചരിത്രം ഒരുപാട് മാറി. മദീനയുടെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നായകനാണ് റസൂല്. അവിടെ അതാ അങ്ങ് ദൂരെ മരുഭൂമിയിൽ നിന്ന് ഒരു നക്ഷത്രപ്പൊട്ട് പോലെ, അങ്ങകലെയുള്ള നക്ഷത്രത്തിന്റെ മിന്നു പോലെ ഒരു സംഘം വരുന്നത് കാണുന്നു. നബിയും അനുയായികളും സൈന്യത്തെ ഒരുക്കി നിർത്തുന്നു. അയൽ പ്രദേശത്തിന്റെ ശത്രുക്കളുടെ അക്രമമാണോ അറിയില്ല. അടുത്തടുത്ത് വരുമ്പോൾ നീണ്ടു വലിഞ്ഞ ഒരു മനുഷ്യനെ കാണുന്നു. റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് അബൂദർ കടന്നു വരികയാണ്. ആവേശപൂർവ്വം മർഹബാ മർഹബാ യാ അബൂദർ എന്ന് പറഞ്ഞ് അബൂദറിനെ സ്വീകരിക്കുന്നു. അബൂദർ പറയുന്നു, നബിയെ, അന്ന് മടങ്ങിപ്പോയി ഇവിടെ വിശ്വസിച്ച ഈ വിശ്വാസം എത്തിച്ചു കൊടുക്കാൻ അങ്ങനോട് പറഞ്ഞ ദൗത്യം ഇതാ നിർവഹിച്ചിരിക്കുന്നു. എന്റെ ഗോത്രം മുഴുവനും ഉണ്ടെന്റെ പിന്നിൽ, അസ്ലം ഗോത്രമുണ്ടെന്റെ പിന്നിൽ. ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത്. റസൂൽ എന്ന് പറയാ, അബൂദറേ, ആകാശത്തിന്റെ ചുവട്ടിൽ നീ നടത്തിയ പോലെ ഒരു ജിഹാദ്, അതേ വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം 52-ൽ പറയുന്ന നവോത്ഥാന ജിഹാദ്, ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ടുള്ള ജിഹാദ്, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ജിഹാദ്, വലാ തുതീൽ കാഫിരീന മുജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. അതുകൊണ്ട് തന്നെ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് കൈവെട്ടിന്റെ ജിഹാദല്ല, ബോംബിങ്ങിന്റെ ജിഹാദല്ല, താജ് ഇന്റർനാഷണൽ ആക്രമിച്ച ജിഹാദല്ല, പണാട്ട് പ്ലേസിന്റെ ജിഹാദുകളല്ല, ഹെബ്രോൺ നഗരത്തിന്റെ ബോംബിംഗ് അല്ല. പിന്നെയോ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ടുള്ള ജിഹാദ്. ആ ജിഹാദ് നടത്തിയ അബൂദറിനോട് റസൂൽ എന്ന് പറയാ, അബൂദർ, ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും വലിയ ജിഹാദ് അബൂദറേ, അപ്പൊ ദഅവത്താണ് ഏറ്റവും വലിയ ജിഹാദ്. അതിലണിചേരാൻ, അതിലണിനിരക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. കേരളത്തിലേക്ക് കടന്നാൽ സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങളാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ നവോത്ഥാന നായകന്മാരിൽ ഒന്നാമത്തെ വ്യക്തി. 1847, കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ ബ്രിട്ടീഷുകാരന്റെ കരാളാസ്തങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന്റെ കൃത്യമായ 100 വർഷങ്ങൾക്ക് മുമ്പ് 1847 മലപ്പുറത്ത് വെളിയങ്കോട് ഉന്നത കുലജാതനായി അദ്ദേഹം ജനിച്ചു. അഹമ്മദ് തങ്ങളുടെയും
ഹമദാനി വംശജയായ ഷരീഫ ബീവിയുടെയും മകനായി സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ ജീവിച്ചു. സനാഉല്ലാ മക്തി തങ്ങളുടെ പ്രത്യേകത ഇംഗ്ലീഷ് ഭാഷ, ഉറുദു, പേർഷ്യൻ ഭാഷ, സംസ്കൃത നിഘണ്ടുകൾ പഠിച്ചിരുന്ന മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. മാത്രവുമല്ല എക്സൈസ് ഇൻസ്പെക്ടർ ആയിരുന്നു സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ. ലോക്കലായൊരു മനുഷ്യനായിരുന്നില്ല, ഇൻസ്പെക്ടർ ആയിരുന്നു. 35 വയസ്സിന് മുമ്പ് തന്നെ, ഓർക്കണേ യുവാക്കളെ, ISM-കാരെ ഓർക്കണം, സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ 35-ാമത്തെ വയസ്സിൽ തന്റെ സർക്കാർ ജോലി ഉപേക്ഷിക്കുന്നു. എന്തിനു വേണ്ടി? റിയാല് കിട്ടുന്ന ഗൾഫിലേക്ക് വിസ വാങ്ങിപ്പോകാനല്ല, എസ്റ്റേറ്റ് വിപണനം നടത്താനല്ല, റിയൽ എസ്റ്റേറ്റിന്റെ നേതാവാകാനല്ല. കട്ടപിടിച്ച കൂരിരുട്ടിൽ അള്ളിപ്പിടിച്ച ജനതയെ സംസ്കാരങ്ങളുടെ സോപാനത്തിലെത്തിച്ച, ഖുർആൻ നെഞ്ചിലേറ്റി, ഹദീസ് നെഞ്ചിലേറ്റി, വേദം പഠിക്കാത്തതെന്തടോ ദുർജനം മൂടിക്കിടക്കയോ മർത്യന് മാനസം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. 47-ാം അധ്യായം 24-ാമത്തെ വചനം. വേദം പഠിക്കാത്തതെന്താ? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അതുകൊണ്ട് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ ഖുർആനിനെ നെഞ്ചിലേറ്റി 1882-ൽ 35-ാമത്തെ വയസ്സിൽ ജോലി ഉപേക്ഷിച്ച് 1884-ൽ കഠോര കുടാരം എന്ന ശ്രദ്ധേയമായ പ്രസിദ്ധീകരണം പുറത്തിറക്കി. 1892-ൽ പാർക്കലീത്ത പോർക്കളം എന്ന് പറയുന്ന ക്രൈസ്തവ മിഷണറിമാർ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു. ഡിവൈഡ് ആൻഡ് റൂൾ തന്ത്രം ആവിഷ്കരിച്ചു. ക്രിസ്തീയ മിഷണറിമാരെ റിക്രൂട്ട് ചെയ്തു, അവർക്ക് പണം കൊടുത്തു, ശമ്പളം കൊടുത്തു. ഏകദൈവ വിശ്വാസത്തിനെതിരായി തൃത്വ സിദ്ധാന്തം പഠിപ്പിക്കാൻ അവരുടെ മിഷണറി പ്രവർത്തനം വന്നപ്പോ പകച്ചു നിന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ, അവരെ തളയ്ക്കാൻ കഴിയാത്ത പുരോഹിതന്മാരുടെ മുമ്പിൽ, അറിവില്ലാത്ത പുരോഹിതന്മാരുടെ മുമ്പിൽ, പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് ജീവിച്ച പുരോഹിതന്മാരുടെ മുമ്പിൽ, കത്തപ്പുര കെട്ടിയ പുരോഹിതന്മാരുടെ മുമ്പിൽ, ദർഗ കെട്ടിപ്പൊത്തിയ പുരോഹിതന്മാരുടെ മുമ്പിൽ, ശിർക്കിലേക്ക് ജനങ്ങളെ നയിച്ച പുരോഹിതന്മാരുടെ മുമ്പിൽ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ ഈ വിഷയങ്ങളിലേക്ക് കടന്നു വന്നു. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളുടെ പാർക്കലീത്ത പോർക്കളം എന്ന് പറയുന്ന ഈ പുസ്തകം ഇറങ്ങിയപ്പോ ക്രിസ്ത്യാനികൾ 1 പവൻ സ്വർണത്തിന്റെ വില വരെ കൊടുത്ത് ആ പുസ്തകം മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്ന് വാങ്ങി ചുട്ടുകരിച്ച ചരിത്രമാണ്. പാർക്കലീത്ത പോർക്കളത്തിലൂടെ 200 രൂപ ഇനാം പ്രഖ്യാപിച്ചു. 200 രൂപ എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തിന്റെ വിലയാണ്. അക്കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം, പാർക്കലീത്ത പോർക്കളത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ക്രൈസ്തവരെ നിങ്ങളെ വെല്ലുവിളിക്കുന്നു അറിവ് കൊണ്ട് ഈ വിനീതൻ എന്ന് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ. അത് പ്രഖ്യാപിച്ച സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ 1885 പരോപകാരി എന്ന പേരിൽ ഒരു മാസിക ആരംഭിച്ചു. ഇരുട്ട് പിടിച്ചിരുന്ന കാലഘട്ടത്തിൽ, അക്ഷരവൈരികളുടെ ലോകത്ത്, വിജ്ഞാനം പഠിക്കേണ്ടതില്ലെന്ന് പറഞ്ഞവരുടെ ലോകത്ത്, പേനയെക്കുറിച്ച് ലോകത്താദ്യമായി സംസാരിച്ച ഖുർആനിന്റെ അനുയായികൾ പേന കയ്യിൽ എന്തരുതെന്ന് പറഞ്ഞ കാലത്ത്, അന്നാണ് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതി 1033-ാമത്തെ പേജിൽ അദ്ദേഹം തന്നെ ഓർക്കുന്ന ഒരു രംഗം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിക്കുകയാണ്. നമ്മുടെ പുറപ്പാട് കേരളത്തിൽ പുത്തൻ പുറപ്പാടായതുകൊണ്ടും എതിർഭാഗത്തുള്ള ശക്തികൾ ഭയങ്കരമായതുകൊണ്ടും നമുക്കടുത്തവരും അകന്നവരുമായ കുടുംബാദികളും അസ്മാദികളും സ്നേഹിതന്മാരും സഖികളുമായ ആ സകലരും ഭയപ്പെട്ട് നമ്മെ കുറ്റപ്പെടുത്തി ഒഴിഞ്ഞു നിന്ന് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും സഹായിക്കുന്നവരില്ലാതെയും നാം ഏകനായി, അതേ അബൂദറിനോട് റസൂല് പറഞ്ഞത്, ഏകനായി നടന്ന് ഏകനായി ജീവിച്ച് ഏകനായി മരിച്ച് ഏകാഗിയായി ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് റബദയിൽ വെച്ച് ഏകാഗിയായി മരിച്ച് മെലിഞ്ഞുണങ്ങിയ ഭാര്യയുടെ കരച്ചിൽ കേട്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ സംഘം അജ്ഞാതമായി എത്തിച്ചേർന്ന് കബറടക്കിയ അബൂദറിന്റെ ചരിത്രമാഹാഭാഗിച്ച സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ, അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതി, അദ്ദേഹത്തിന്റെ എത്ര ഗ്രന്ഥങ്ങൾ, 35 വയസ്സിന് ശേഷം 40കൾക്കിടയിൽ എത്ര പുസ്തകമാണ് അദ്ദേഹം മലയാളത്തിലേക്ക് ഇറക്കിയത് എന്നതിന് അതിരുകളില്ല. പ്രിയപ്പെട്ടവരെ, നാം അറിയേണ്ട ചരിത്ര വസ്തുതകളാണിത്. അതുപോലെ തന്നെ കായംകുളത്ത് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ ഒരു കടയിലിരിക്കുന്നു. ആ കടയിലേക്ക് ഒരാട് കടന്നു വന്നു, ഒരു കുട്ടനാട് കടന്നു വന്നു. ആട് കടന്നു വന്നപ്പോ ആട് അരിച്ചാക്കിലേക്ക് മീടിട്ട് അരിതുന്നപ്പോ, എന്താ ചങ്ങാതിമാരെ ഇത് എന്ന് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ ചോദിച്ചു. മക്തി തങ്ങൾ ചോദിച്ചപ്പോ അതിനെ തെളിക്കാൻ പാടില്ല, നേർച്ചാടാണ്, മൊയ്തീന്റെ ആടാണ്,
എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സത് വേദനിച്ചു. ആട് മൊയ്തീനാവുകയില്ല, മൊയ്തീൻ ആടാവുകയില്ല എന്ന് സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങൾ ഈ സമൂഹത്തെ ബോധവൽക്കരിച്ചു. അറിയണം, വീണ്ടും നമ്മൾ ഓർക്കണം, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പല ചരിത്രങ്ങളിലും പ്രധാനം, അദ്ദേഹം 1903 ഇരിങ്ങാലക്കുടയിലൂടെ കടന്നു പോകാത്ത ISMന്റെ ആളുകളുണ്ടോ, MSMന്റെ ആളുകളുണ്ടോ? ഇരിങ്ങാലക്കുടയിൽ നമ്മൾ ഇന്ന് പ്രസംഗിക്കാറുണ്ടോ? നമ്മുടെ യൂണിറ്റ് ഉണ്ടോ? നമ്മുടെ സംഘമുണ്ടോ? ഇത്തരുണത്തിൽ ആലോചിക്കേണ്ടതാണ്. ആ ഇരിങ്ങാലക്കുടയിൽ എനിക്ക് ആശ്ചര്യം തോന്നിയ ഒരു കാര്യം പറഞ്ഞോട്ടെ, മറന്നു പോകാതിരിക്കാൻ. വക്കം മൗലവി മുതൽ സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങൾ മുതൽ KM മൗലവി മുതൽ ഇന്ന് നമ്മൾ കൂടുതൽ കേന്ദ്രീകരിച്ചിട്ടില്ലാത്ത മേഖലയിലാണ് ആദ്യ കാലഘട്ടത്തിൽ തുടങ്ങിയത്. അത് അത്ഭുതമാണ്. ചെറങ്കി, അതുപോലെ തന്നെ പിന്നെ കണിയാപുരം, അതുപോലെ MC റോഡ് ഉൾക്കൊള്ളുന്ന പ്രദേശം, K ഉമർ മൗലവി വിജനതയിലൂടെ നടന്നു നീങ്ങിയ ആ മണ്ണ്, അദ്ദേഹത്തിന്റെ സ്മൃതിപഥങ്ങളിൽ ഓർത്തെടുത്തെഴുതിയ ചരിത്രത്തിന്റെ മുത്തുമണികളിൽ നെഞ്ചോട് നെഞ്ചു ചേർത്ത് ഒരു തുള്ളി കണ്ണീരോട് കൂട്ടിച്ചേർത്ത് പിടിച്ച മർഹൂം ഉമർ മൗലവിയുടെ ചരിത്രം ഓർമ്മകളുടെ തീരത്തിലൂടെ കടന്നു പോകുമ്പോ എന്തെന്ത് ചരിത്രങ്ങളാണ്! ഇന്ത്യയുടെ പ്രതാപം, ബ്രിട്ടീഷുകാരുടെ വരവ്, മംഗോളികളുടെ വരവ്, പോർച്ചുഗീസിന്റെ വരവ്, സായിപ്പിന്റെ ഗതികേട്, അങ്ങനെ തുടങ്ങി ലോകത്തിന്റെ ചരിത്രം മുഴുവനും ആവാഹിച്ചെടുത്ത് സ്കൂളിൽ നിന്ന് ഡിഗ്രി ലഭിച്ചിട്ടില്ലാത്ത K ഉമർ മൗലവിയുടെ ചരിത്രബോധം ഇത്തരുണത്തിൽ ഓർത്തുകൊണ്ട് തന്നെ സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങൾ ഇരിങ്ങാലക്കുടയിൽ പ്രസംഗിച്ചു. മുസ്ലിയാക്കന്മാർ ഇളക്കി വിട്ടു. അന്നും ഇന്നും എന്നും അവരുടെ പണി അതായിരുന്നുവല്ലോ. ആ മുസ്ലിയാക്കന്മാർ ഇളക്കി വിട്ട് സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങളെ അക്ഷരാർത്ഥത്തിൽ കല്ലെറിഞ്ഞു, കൂക്ക് വിളിച്ചു, അസഭ്യം പറഞ്ഞു. അതിനെപ്പറ്റി അദ്ദേഹം എഴുതുന്നത്, തായിഫിൽ അള്ളാഹുവിന്റെ റസൂലിന് അനുഭവിച്ചത് ഞാൻ അനുഭവിച്ച നിമിഷം എനിക്ക് സന്തോഷമായിരുന്നു, ഇതൊരു പുതുമയായിരുന്നില്ല, ഇതെനിക്ക് സന്തോഷമായിരുന്നു എന്ന് സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങൾ. മക്തി തങ്ങളുടെ മനക്ലേശം ഒരാത്മകഥയാണ്, അദ്ദേഹത്തിന്റെ ജീവിത കഥയാണ്. 1919 EK മൗലവി കൊടുങ്ങല്ലൂരിനെ കുറിച്ച് ഓർത്തപ്പോൾ ഈ ചരിത്രം ഓർക്കുന്നുണ്ട്. കണ്ണൂരായിരുന്നു മക്തി തങ്ങളുടെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ട കേന്ദ്രം. അബ്ദുൽ ഖാദർ മൗലവിയുടെ നാട്, P അബ്ദുൽ ഖാദർ മൗലവിയുടെ നാട്, അത്തൗഹീദ് എന്ന പുസ്തകം എഴുതിയ അബ്ദുൽ ഖാദർ മൗലവിയുടെ നാട്. ആ നാട്ടിൽ അറക്കൽ രാജകുടുംബം എല്ലാ വർഷവും എല്ലാ മാസത്തിലും 25 രൂപ അവർ കൊടുത്തു. ആർക്ക്? മുഹമ്മദീയ സഭ എന്ന് പറഞ്ഞ അവിടുത്തെ യുവാക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങൾ. കൊടുങ്കാറ്റായിരുന്നു സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങൾ, പറഞ്ഞാൽ തീരില്ല. ക്രിസ്ത്യാനികളുമായി അദ്ദേഹത്തെ കാഫിർ ഫത്വ നൽകിയ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും MM അക്ബർ സാഹിബ് ഉദ്ധരിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഓർക്കുന്ന വളരെ പ്രധാനമായ ചില വ്യക്തിത്വങ്ങൾ, ഒന്ന് മഹാനായ KM മൗലവി സാഹിബാണ്, അതുപോലെ തന്നെ വക്കം മൗലവി സാഹിബാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അതുപോലെ മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയും അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഈ മൊയ്തു മൗലവിയും സയ്യിദ് മൗലവി രണ്ടത്താണിയും ഒക്കെ ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. അവർ തീർത്ത രാജപാതയിലൂടെയാണ്, അവരനുഭവിച്ചതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് 1873 ജനിക്കുകയും 1932 ഒക്ടോബർ മാസത്തിൽ മരിക്കുകയും ചെയ്ത വക്കം മൗലവിയുടെ കഥ. വക്കം മൗലവിയെ പറ്റി പറയുമ്പോൾ അധികം പലപ്പോഴും ഓർത്തിട്ടില്ലാത്തൊരു ചരിത്രം, ശ്രീനാരായണ ഗുരു വക്കം മൗലവിയുടെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്നു എന്നാണ് ചരിത്രം. വക്കം മൗലവിയുടെ ക്ലാസ്സിൽ ശ്രീനാരായണ ഗുരു പോയിരിക്കാറുണ്ടായിരുന്നു. മാത്രവുമല്ല, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന കാര്യം പ്രഖ്യാപിക്കാൻ ശ്രീനാരായണ ഗുരുവിന് പ്രചോദനം വക്കം മൗലവിയായിരുന്നു. വക്കം മൗലവിയെ പറ്റി പറയുന്നത്, വക്കം മൗലവി യഥാർത്ഥത്തിൽ പിന്നെ അദ്ദേഹം ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തെ പറ്റി എഴുതുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, P രാമകൃഷ്ണപിള്ള, ആ രാമകൃഷ്ണപിള്ള എഴുതുന്ന വരികൾ അദ്ദേഹത്തിന്റെ മകനെ എഴുതിയ, വക്കം മൗലവിയുടെ മകനെ എഴുതിയ, നിങ്ങളുടെ വന്ധ്യപിതാവ് എനിക്ക് എത്രയും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഇത്ര ധീരനായ ഒരു സാമുദായിക അഭിമാനിയും അതിനേക്കാൾ ധീരനായ ദേശാഭിമാനിയും ഈ നാട്ടിൽ ജീവിച്ചിട്ടില്ലെന്ന സത്യം നമ്മുടെ കപട സാമുദായിക ദേശീയ ഭക്തന്മാർ അടുത്ത കാലത്തൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സയ്യിദ് റഷീദ് ഉർളയുടെ അൽമനാർ മുസ്ലിം കൈരളിക്ക് പരിചയപ്പെടുത്തിയത് വക്കം മൗലവിയായിരുന്നു. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഇമാം ഗസാലിയുടെ പ്രസിദ്ധമായ പേർഷ്യയിലെ ഗ്രന്ഥം മലയാളികൾക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്തതും അദ്ദേഹമായിരുന്നു. മാത്രമല്ല, ശ്രീ കേശവൻ പിള്ളയിൽ നിന്ന് മലയാളവും സംസ്കൃതവും
മതസമൂഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ, വേദങ്ങൾ ഉദ്ധരിച്ച് തൗഹീദ് സ്ഥാപിക്കാൻ വക്കം മൗലവി പഠിച്ചിരുന്നു എന്ന ചരിത്രം നമ്മൾ കേൾക്കുന്നു. സീതി സാഹിബിന്റെ ചരിത്രം ഒരു ഭാഗത്ത് നിങ്ങൾക്കറിയാലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും രാഷ്ട്രീയ ആചാര്യനുമായ പട്ടം താണുപിള്ള സീതി സാഹിബിനെ കുറിച്ച് പറഞ്ഞ ഒരു വരികൾ ഇത്തരുണത്തിൽ നമ്മൾ ഓർക്കുകയാണ്. ഇന്നലകളുടെ സലഫി പ്രസ്ഥാനത്തിന്റെ ചരിത്രപാതയിൽ നാം ഓർക്കാൻ നമ്മോട് അരിപറ്റിച്ചേർന്ന് നിന്നവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ നമ്മെ ആനന്ദിപ്പിക്കാറുള്ള ആ പുഞ്ചിരി നമുക്ക് നഷ്ടപ്പെട്ടു. ആ പുഞ്ചിരി തൂകുന്ന മുഖം ഇനി നാം കാണുകയില്ലല്ലോ എന്നാണ് CH മുഹമ്മദ് കോയ സാഹിബ്. ഞാൻ സീതി സാഹിബിന്റെ പാദങ്ങളെ പിൻപറ്റി പ്രവർത്തിച്ച് ജീവിതത്തിൽ ചില സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേർന്ന ഒരാളാണ് ഞാൻ. എത്ര ആനന്ദത്തോടെ എത്ര സ്നേഹത്തോടു കൂടിയായിരുന്നു വളരാൻ ആഗ്രഹിച്ച ഞങ്ങളെയൊക്കെ അദ്ദേഹം കൈപിടിച്ച് പൊക്കിക്കൊണ്ടുവന്നത് എന്ന് CH ഓർക്കുന്നുണ്ട്. 1899 ആഗസ്റ്റ് 11 കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് കിഴക്കേ നമ്പൂരിമഠം എന്ന തറവാട്ടിൽ ജനിക്കുകയും 1961 ഓഗസ്റ്റ് 17 കേരളത്തിന്റെ നിയമസഭയിലെ സ്പീക്കറായിരിക്കവേ ഉന്നത സ്ഥാനത്ത് നിൽക്കവേ മരിച്ച ആള്. ആധുനിക ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് രാഷ്ട്രീയ ഭൗതിക മേഖലകളിൽ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി ഒരു നല്ല സ്ഥാനം നമുക്ക് ലഭിക്കുന്നതിൽ നമ്മുടെ ഇടപെടലുകളിൽ എന്തോ നമുക്കൊരു വൈമനസ്യമുണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. മുൻകാല നേതാക്കന്മാർ എല്ലാവരും അറിയപ്പെട്ടവരായി, ഇവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധത ആദരിക്കുന്നവരായി, എഴുത്തച്ഛനും വക്കം മൗലവിയും തമ്മിൽ നടന്ന വാദപ്രതിവാദങ്ങൾ വരെ മുസ്ലിം സമൂഹത്തെ ഇകഴ്ത്തി പറഞ്ഞപ്പോ തിരിച്ചു പറഞ്ഞുകൊണ്ട് എഴുതി തിരുത്തിച്ചു നേരെ ചെന്ന് കണ്ട് എഴുതിച്ച വക്കം മൗലവിയുടെ ചരിത്രം. സയ്യിദ് മൗലവി രണ്ടത്താണിയുടെ സമയം ദീർഘിച്ചു പോയെന്ന് എനിക്കറിയാം. 5 മിനിറ്റിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കും. സഹോദരങ്ങളെ, ഓർക്കണം, ആലോചിക്കണം. സയ്യിദ് മൗലവി പൊന്നാനിയിൽ മാലപ്പടക്കം ചാർത്തി അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് ശത്രുക്കൾ, അദ്ദേഹം ഓവുചാലിലേക്ക് വീണുപോയി. ഓവുചാലിലെ വൃത്തികെട്ട ജലത്തിൽ സയ്യിദ് മൗലവിയുടെ ശിരസ് ചവിട്ടിത്താഴ്ത്തി അവർ സഖാവ് ഇമ്പിച്ചി ബാവ സയ്യിദ് മൗലവിയെ ചെന്ന് കണ്ട് ചോദിച്ചു, അങ്ങൊന്ന് മൊഴിഞ്ഞാലും ആരാണ് ആ കുറ്റവാളികൾ? അങ്ങ് പറഞ്ഞു തന്നാൽ ഞാൻ അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടത് ചെയ്യാം. സയ്യിദ് മൗലവി രണ്ടത്താണി പറഞ്ഞു, ഞാൻ പറയില്ല. തായിഫിൽ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹു മുഫ്രിലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അവർ അറിവില്ലാത്തവരാണ്. അന്നത്തെ യോഗത്തിൽ, വൈകുന്നേരത്തെ പ്രതിഷേധ യോഗത്തിൽ സഖാവ് ഇമ്പിച്ചി ബാവ പറഞ്ഞു, ഒരുപാട് മഹാന്മാരെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരുപാട് മഹാന്മാരുടെ കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മഹാനെ ഇന്ന് ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. അത് സയ്യിദ് മൗലവി രണ്ടത്താടിയാണ്. സയ്യിദ് മൗലവിയെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ കൊണ്ടുപോയി അവിടുത്തെ ചില യുവാക്കൾ വന്ന് നല്ല പിള്ള ചമഞ്ഞ് വ്യാജേനെ ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി മുളവടി കൊണ്ട് അടിച്ച് അദ്ദേഹത്തിന്റെ ജുബ്ബക്കുപ്പായം ചോരയിൽ കുളിച്ച് വീട്ടിലേക്ക് വന്ന് വീടിന്റെ ഇറയിൽ ചോര ഇങ്ങനെ പിഴിഞ്ഞ് ആ കുപ്പായം വെച്ച് കുപ്പായമില്ലാതെ വാതിന് മുട്ടി വിളിച്ച സയ്യിദ് മൗലവിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സയ്യിദ് മൗലവിയെ രണ്ടത്താണി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സഹോദര, ആ സയ്യിദ് മൗലവി, അലവി മൗലവി ഇടവണ്ണ, അദ്ദേഹത്തെ കൊല്ലാൻ കൊണ്ടുപോയ ആളുകൾ രക്ഷിക്കാനെന്ന വ്യാജേനെ കൊണ്ടുപോയി ഞങ്ങൾ നിങ്ങളെ കൊല്ലാനാ കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോ അലവി മൗലവി പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് ഖബ്ബാബിനെ പോലെ 2 റക്അത്ത് നമസ്കരിക്കാൻ നിങ്ങൾ സമയം തരണം എന്ന്. സഹോദരങ്ങളെ, ഓർക്കണം, ഉമർ മൗലവി സാഹിബിനെയും കൂടെ ഞാൻ വിഷയത്തിൽ ചേർത്തുദ്ധരിക്കുകയാണ്. ഉമർ മൗലവിയെ ഒരു നാട്ടിൽ ദഅവത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോ 2 മുജാഹിദുകൾ അവര് പറഞ്ഞു, മൗലവി ഇവിടെ പരലോകം പറഞ്ഞാ മതി, തൗഹീദ് പറയരുത്, പരലോകം പറഞ്ഞാ മതി, തൗഹീദ് പറയുന്നു. ഉമർ മൗലവി ഒന്നും പറഞ്ഞില്ല. ഹംദും സലാത്തും കഴിഞ്ഞ് ഉമർ മൗലവി പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറയുന്നു ഇവിടെ തൗഹീദ് പറയരുത് എന്ന്, പരലോകം പറഞ്ഞാൽ മതി എന്ന്. സഹോദരങ്ങളെ, തൗഹീദില്ലാതെ പരലോകമുണ്ടോ? തൗഹീദില്ലാതെ സ്വർഗമുണ്ടോ? പരലോകമില്ലാതെ തൗഹീദില്ലാതെ സ്വർഗം കിട്ടുമോ? പരലോകം കിട്ടണമെങ്കിൽ തൗഹീദ് ഉണ്ടാകണം. ഇത് ഞാൻ അവഗണിച്ചാൽ, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ വന്നാൽ നാളെ തൗഹീദ് അറിഞ്ഞ ഉമർ ഇവിടെ വന്നിട്ട് ഇത് പറഞ്ഞില്ല എന്ന് നാളെ റബ്ബിനോട് നിങ്ങൾ പറയും. സ്നേഹമായിരുന്നു. നമ്മളോ മോനെ, ജൂതക്കുട്ടി മരിക്കാൻ കിടന്നിടത്ത് കയറി ചെന്ന് റസൂൽ പറഞ്ഞില്ല, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ. ആ കുട്ടി ബാപ്പാന്റെ മുഖത്ത് നോക്കിയില്ലേ, അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്ത മോനെ എന്ന് പറഞ്ഞില്ലേ? അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്ത മോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയില്ലേ? നിറഞ്ഞ കണ്ണുകളോടെ നബി കരഞ്ഞില്ലേ? ആ ഒരു വികാരം.
മുർമുലവി സാഹിബ് മരിച്ചു കിടക്കുന്ന വീടിന്റെ പരിസരത്ത്, അവിടുത്തെ ചുമരുകളിൽ പരിസരത്ത് ഇങ്ങനെ തലവെച്ച് കരയുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചു. സഹോദരങ്ങളെ, മൂത്താപ്പ മരിച്ചല്ല കിടക്കുന്നത്, എളാപ്പ മരിച്ചല്ല കിടക്കുന്നത്, ഉപ്പയല്ലേ മരിച്ചു കിടക്കുന്നത്. ശിർക്കിലായി ജീവിച്ച് മരിച്ച് നരകം നേടുമെന്ന അവസ്ഥയിൽ നിന്ന് തൗഹീദ് പറഞ്ഞു കൊടുത്ത മഹാനാണ് ഈ കിടക്കുന്നത്. സഹോദരങ്ങളെ, ഓർക്കണം. ബാബു സെട്ടടക്കമുള്ള KNMന്റെ നേതൃത്വത്തോട് ചോദിക്കി, കൊച്ചിയിലെ ഉമർ മൗലവിയുടെ അവസ്ഥ എന്തായിരുന്നു? കല്ലെറിഞ്ഞില്ലേ, കൂക്ക് വിളിച്ചില്ലേ, അടിച്ചില്ലേ, തോന്നിയാസം പറഞ്ഞില്ലേ? മാന്യതയുടെ മകുടോദാഹരണം എന്ന് പലപ്പോഴും സ്വയം പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഉമർ മൗലവിനെ അസഭ്യം പറഞ്ഞില്ലേ, പരിഹസിച്ചില്ലേ, വൃത്തികെട്ട കേസറ്റുകൾ ഇറക്കിയില്ലേ, പുസ്തകങ്ങൾ ഇറക്കിയില്ലേ? നമ്മളിലെ മനുഷ്യരിൽ നിന്ന് ചിലരെങ്കിലും അക്കാലഘട്ടത്തിൽ പിരിഞ്ഞു പോകുമ്പോൾ ചെയ്തില്ലേ? അവർ ചെയ്ത സേവനത്തിന്റെ 100-1 നിർവഹിക്കാൻ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എന്താ? ഇങ്ങനെയൊരു മഹാൻ പത്രപ്രവർത്തന രംഗത്ത് വേറിട്ട, അതെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് പത്രപ്രവർത്തനമെന്ന്. പത്രപ്രവർത്തനത്തിന്റെ ശൈലിയിൽ പഠിക്കാത്ത കേവലമായൊരു മനുഷ്യൻ നടത്തിയ പോരാട്ടം യുക്തിവാദികളോട്, നിരീശ്വരവാദികളോട്, തീവ്രവാദികളോട്, ശിർക്കിന്റെ ആളുകളോട്, ഹൈന്ദവരോട് സംവാദം നടത്തിയ, മഞ്ചേരിയിലെ അൽബിഷാറയെ പൂട്ടിക്കാൻ മുൻകൈയെടുത്ത, അലവിയുടെ കുതന്ത്രങ്ങൾ പൂട്ടിക്കാൻ മുൻകൈയെടുത്ത ഉമർ മൗലവിയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒരൊറ്റ മിനിറ്റ് കൊണ്ട് അവസാനിക്കുമ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇന്ന് നമ്മുടെ സ്ഥിതി എന്താ? കൊല്ലത്തുണ്ടായ ഒരു ഒറ്റ അനുഭവം പറയട്ടെ. കൊല്ലം ജില്ലയിൽ ക്രിസ്ത്യാനികളുടെ ഒരു പരിപാടി നടന്നു തലേന്ന്. അന്ന് അവർ നബിയെ വിമർശിച്ചു, അള്ളാഹുവിനെ കുറ്റപ്പെടുത്തി, ഇസ്ലാമിനെ അപഹസിച്ചു. അന്ന് ആ നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങൾ അത് കേട്ടു. കൂക്കിയില്ല, ബഹളമുണ്ടാക്കിയില്ല, തല്ലുണ്ടാക്കിയില്ല, ഒരു പ്രശ്നവും. കേട്ടെല്ലാവരും പിരിഞ്ഞുപോയി. ഒരു ക്രിസ്ത്യാനിയോടും പ്രതിഷേധിച്ചൊരു വാക്കും പറഞ്ഞില്ല. യാദർശികം എന്ന നിലക്ക് പിറ്റേന്ന് അതൊരു യാദർശികതയായിരുന്നു, മുജാഹിദുകളുടെ പരിപാടിയായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പ്രാസംഗികൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കവേ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ആയിരുന്നു. അതാ വരുന്നു കൂക്ക്, അതാ വരുന്നു കല്ലേറ്, അതാ വരുന്നു സ്റ്റേജിലെ കോടിക്കറൽ. ആ സമയത്ത് സുന്നിയായ സമസ്തക്കാരനായ ഒരു മനുഷ്യൻ, ഒരു പ്രായം ചെന്ന മനുഷ്യനെ എഴുന്നേറ്റ് പ്രഖ്യാപിച്ചു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്നലെ അള്ളാഹിനെ എതിർത്തപ്പോ നിങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടായില്ല, റസൂലിനെ വിമർശിച്ചപ്പോ നിങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടായില്ല, അള്ളാഹിനെ ആരാധിക്കണമെന്നും റസൂലിന്റെ സുന്നത്തനുസരിക്കണമെന്ന് പറയുമ്പോൾ കല്ലെറിഞ്ഞു. അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ ശത്രു സമസ്തക്കാരെ നിങ്ങൾ, അതുകൊണ്ട് ഞാനിതാ മുജാഹിദാകുന്നു. ഇന്ന് ഒരു കാര്യം കൂടി പ്രത്യേകം ഞാൻ പറയാം. മുജാഹിദ് പ്രസ്ഥാനം വളർന്നു, പടർന്നു, പന്തലിച്ചു. ഇന്നത്തെ ഒരു പൊസിഷൻ എന്താണെന്നറിയോ? കേരളത്തിൽ അള്ളാന്റെ ദീന് പ്രദാനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു സംഘടനയുണ്ടെങ്കിൽ അത് നമ്മളാണ് എന്ന് സമസ്തക്കാർ ഉള്ളിൽ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയവർ പറഞ്ഞു, ഇവിടുത്തെ എല്ലാവരും പറഞ്ഞു. പക്ഷേ അഹങ്കാരത്തിന് ഇവിടെ വക. തൗഹീദ് എത്താത്ത ആയിരക്കണക്കിന് മനുഷ്യർ, ദർഗകളിലേക്ക് പോകുന്ന ആയിരക്കണക്കിന് മനുഷ്യർ, അവർ ഓർക്കുന്നുണ്ടോ? മഹാനായ അബൂ ഹുറൈറ സ്വന്തം ഉമ്മ ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിൽ നബിയുടെ മുമ്പിൽ വന്ന് വിതുമ്പി കരഞ്ഞ ചരിത്രത്തിലെ ഓർമ്മകൾ നമുക്കുണ്ടോ? നമ്മുടെ അമ്മായിമാർ, നമ്മുടെ കുടുംബക്കാർ ശിർക്കിലായി പോയവർ, അവർ നമ്മുടെ മുമ്പിലുണ്ട്. അവരെ ഓർക്കണം. അതോടൊപ്പം കള്ളു കുടിച്ചും വ്യഭിചരിച്ചും യൗവനം പാഴായിപ്പോയൊരു തലമുറ ഇവിടെയുണ്ട്. അറിവ് സമാധാനത്തിന് എന്ന വിഷയം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വിശദീകരിക്കപ്പെടുമ്പോൾ ഒന്നോർക്കണം, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട് മനുഷ്യരെ. ആ ദിവസം ഓർത്തിട്ട് സൂറത്ത് ബഖറയിലെ 281-ാമത്തെ വചനം ഓർത്തിട്ട് ജനങ്ങളെ തിരിച്ചു വിളിക്കണം. ഈ നവോത്ഥാന ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ ചെറിയൊരു ചരിത്രം, സഹാബികളിൽ നിന്ന് ഒരാളുടെ ചരിത്രം, ഒരേ ഒരാൾ, സമയത്തിന്റെ കുറവ് കൊണ്ട് ഈ ഇസ്ലാഹി കർമ്മഭൂമികയിലെ ഒരു ഉദാഹരണങ്ങൾ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളുടെ കൃതികൾ, അതോടൊപ്പം ഈ അടുത്ത കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഇസ്ലാഹി പണ്ഡിതന്മാരുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ, ഇസ്ഹാഖ് അലി സാഹിബ് എഴുതിയ, ഇരുവേറ്റി എഴുതിയിട്ടുള്ള, അതുപോലെ തന്നെ നിങ്ങൾ വായിക്കേണ്ട വളരെ പ്രധാനമായി ഇ കെ ബന്നൂർ എ പി അബ്ദുൽ ഖാദർ മൗലവി നടത്തിയിട്ടുള്ള വാദപ്രതിവാദങ്ങളിലൂടെ ഇതെല്ലാം വായിച്ചാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ചരിത്രം നിങ്ങൾക്കതിൽ മനസ്സിലാക്കാൻ കഴിയും. അബ്ദുൽ കരീം സാഹിബ്, ചരിത്രകാരനായ അബ്ദുൽ കരീം സാഹിബ് എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ കാണാൻ കഴിയും. വക്ക മൗലവി എന്ന പ്രസിദ്ധമായ പുസ്തകം നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. സലീമാൻ നദവി സാഹിബിന്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅ പരിഭാഷപ്പെടുത്തിയത് മുതൽ ഇങ്ങോട്ടുള്ള പല ചരിത്രങ്ങളും നമുക്ക് വായിക്കാൻ സാധിക്കും. കേരളത്തിന്റെ മുൻകാലങ്ങളിൽ നേരിട്ട പണ്ഡിതന്മാരുടെ ത്യാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. MSMനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു MSMന്റെ സമ്മേളനം മാത്രമല്ല, നമ്മളെല്ലാം ഒന്നടങ്കം ഒന്നിച്ചു ചേർന്ന് അവരെ സഹായിക്കുകയും, കാരണം
അവർ ടാർഗറ്റ് ചെയ്യുന്നത് അസിലിൽ തന്നെ നല്ലത് കൊടുക്കാനാ. വളർന്നു വലുതായി കേടുവന്നതിന് ശേഷമല്ല, വളരുന്നതിന് മുമ്പ് നല്ല വിത്തിറക്കാൻ, നല്ല സംസ്കാരം പകരാൻ. അതുകൊണ്ട് നമുക്ക് അവരോടൊപ്പം പങ്കുചേരാം. നമ്മുടെ മക്കൾ കേടുവരാതിരിക്കാൻ, നമ്മുടെ കുടുംബം കേടുവരാതിരിക്കാൻ നമുക്ക് അവരോടൊപ്പം പങ്കുചേരാം. അല്ലാഹുവേ, ഈ മഹത്തായ നവോത്ഥാന സമ്മേളനത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ എടത്തനാട്ടുകരയിലെ പരിസരത്തെവിടെയും, പാലക്കാട് ജില്ലയുടെ പരിസരത്തെവിടെയും, കേരളത്തിലെ ഒരൊറ്റ പ്രദേശത്തും ജനുവരി 7, 8, 9 തീയതികളിൽ സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾക്കും മുജാഹിദുകളെ അറിയാം എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് ഇതെത്തിക്കാൻ നമ്മൾ അക്ഷീണം വർക്ക് ചെയ്യുക, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക. അല്ലാഹുവേ, ഈ മഹത്തായ ന്യൂനപക്ഷത്തെ, ഈ തൗഹീദിനു വേണ്ടി പോരാടുന്ന ഈ ന്യൂനപക്ഷത്തെ മുൻകാലത്ത് നീ അമ്പിയാക്കളെ സഹായിച്ച പോലെ, ഔലിയാക്കളെ സഹായിച്ച പോലെ, അസ്ഹാബുൽ കൗഫിനെ സഹായിച്ച പോലെ നീ ഞങ്ങളെയും സഹായിക്കണമേ റബ്ബേ. ചെങ്കടലിൽ കടന്നുപോയ മൂസാ നബിയുടെ ആർജവം 1000 ഫിറൗന്മാർ തീർത്ത ചെങ്കടലുകൾ ചാടിക്കടക്കാൻ ആദർശ ഭദ്രത കൊണ്ട് സാധിക്കുന്ന ഒരു തലമുറയെ നീ ഞങ്ങൾക്ക് തരണമേ. എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു തലമുറയെ നീ ഞങ്ങൾക്ക് തരണമേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഗ്യുൻ വജഅൽനാ ലിൽ മുത്തഖിന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവ് സമാധാനത്തിന് MSM കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് 2011 ജനുവരി 7, 8, 9 വെള്ളി, ശനി, ഞായർ, കോട്ടയ്ക്കൽ. ആവർത്തിക്കുന്ന അപകടങ്ങളും ദുഃഖം വിതയ്ക്കുന്ന ദുരന്തങ്ങളും നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്താണ്? ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉത്തുംഗതയിലേക്കുയരുമ്പോഴും സമ്പത്തും സൗകര്യങ്ങളും നാൾക്കുനാൾ കുമിഞ്ഞു കൂടുമ്പോഴും വിദ്യാഭ്യാസ യോഗ്യതയും സാക്ഷ്യപത്രങ്ങളും കൂമ്പാരമായി വർദ്ധിക്കുമ്പോഴും സുഹൃത്തെ, പച്ചയായ ജീവിതത്തിന്റെ നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ താങ്കളെ അലോസരപ്പെടുത്താറുണ്ടോ? രോഗവും അവശതയും ബാക്കിവെച്ച ജീവിതവും പേറി അവസാന ശ്വാസത്തിലേക്കടുത്തുകൊണ്ടിരിക്കുന്നവർ, കുടുംബാംഗങ്ങളുടെയും ഉറ്റ ബന്ധുക്കളുടെയും സമ്മതത്തിന് കാത്തുനിൽക്കാതെ ജീവിതത്തിന്റെ പാതി വഴിയിൽ പടിയിറങ്ങിയ പിഞ്ചോമനകൾ, ഒരു നേരത്തെ അന്നത്തിന് തെരുവുപട്ടികളോടൊപ്പം എച്ചിലിനായി കടിപിടി കൂടേണ്ടി വരുന്ന സഹജീവികൾ, പിന്നെ നാടും പിറന്ന വീടും ഉപേക്ഷിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിലെ ആഹാരപ്പൊതികൾക്കായി അന്തരീക്ഷത്തിലേക്ക് കണ്ണും പായിച്ച് കാത്തിരിക്കുന്നവർ, ദുരന്തങ്ങളിൽ നഷ്ടപ്പെട്ട സ്നേഹനിധിയെ ഒരു നോക്ക് കാണാനാവാതെ ജീവിതത്തിന്റെ പ്രതീക്ഷകളും പദ്ധതികളും വാടിക്കരിഞ്ഞുപോയ മാതാപിതാക്കൾ, പരാധീനതകളും അപര്യാപ്തതകളും അപ്രത്യക്ഷമായി സാങ്കേതിക ഘടനയിലും വർത്തമാന വിദ്യാഭ്യാസ രംഗം ബഹുദൂരം മുന്നേറി. വിദ്യാഭ്യാസം സാർവത്രികമായതോടുകൂടി സമൂഹത്തിലെ അവശ്യവിഭാഗങ്ങളും ഇതിനോട് അറച്ചുനിന്നവരും അക്ഷരവിരോധികളും വിജ്ഞാനത്തിന്റെ മഹാപ്രവാഹത്തിൽ ഒപ്പം സഞ്ചരിക്കാൻ നിർബന്ധിതരായി. ഐടിയും നാനോ ടെക്നോളജിയും വിസ്മയത്തിന്റെ വാതായനങ്ങൾ മലർക്കെ തുറന്നു. ഗണപരമായ വികാസം വ്യാപകമായെങ്കിലും ഗുണമേന്മയിലും കാര്യക്ഷമതയിലും ശോഷണം സംഭവിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ദുർഗ്രഹമായ കരിക്കുലവും മനം മടുപ്പിക്കുന്ന മത്സരബുദ്ധിയും എടുത്താൽ പൊന്താത്ത പഠന സാമഗ്രികളും പുതിയ തലമുറയുടെ മുന്നേറ്റത്തിനു മുമ്പിൽ വിഘ്നമായി വർത്തിക്കുകയല്ലേ? മക്കളെ സംബന്ധിച്ച അമിത പ്രതീക്ഷകളും രക്ഷിതാക്കളുടെ വ്യാമോഹങ്ങളും വിദ്യാർത്ഥികളുടെ വിജയത്തിന്റെയും വളർച്ചയുടെയും ചിറകൊടിക്കുകയല്ലേ? സംസ്കാരത്തിന്റെ സമ്പൂർണതയ്ക്കും സദ്ഗുണങ്ങളുടെ വീണ്ടെടുപ്പിനും സഹായകമാകേണ്ട വിദ്യാഭ്യാസം അക്രമവാസനയുടെയും സ്വഭാവ വൈകൃതങ്ങളുടെയും മുമ്പിൽ നോക്കുകുത്തിയാവുകയല്ലേ? അക്ഷരങ്ങളിലൂടെ അറിവും അനുഭവവും പകർന്നു നൽകേണ്ട ഗുരുനാഥന്മാർ മതനിരാസത്തിന്റെയും ദൈവനിഷേധത്തിന്റെയും ചിലപ്പോഴെങ്കിലും മതനിന്ദയുടെയും കുഴലൂത്തുകാരായി പരിണമിക്കുന്നത് എത്രമാത്രം ഖേദകരമാണ്. നീണ്ട വർഷങ്ങൾ പഠനമേഖലയിൽ ചെലവിട്ട് അമ്പരപ്പിക്കുന്ന ശമ്പളം എണ്ണി വാങ്ങുമ്പോഴും പെറ്റുപോറ്റിയ മാതാവിനെയും സംരക്ഷണം നൽകിയ പിതാവിനെയും വൃദ്ധസദനത്തിന്റെ തടവറകൾക്കുള്ളിലേക്ക് തള്ളിവിടുന്നവർ,
അന്നന്നത്തെ അന്നത്തിനായി കൈനീട്ടുന്നവനു നേരെ ചില്ലിക്കാശു പോലും നൽകാതെ ജീവിതത്തിന്റെ സുഖാഡംബരങ്ങളിൽ രമിച്ചു കഴിയുന്നവർ. നടുറോഡിൽ അപകടത്തിൽപ്പെട്ട് ജീവനും കൊണ്ട് പിടയുന്നവരെ പ്രഥമ ശുശ്രൂഷ നൽകി ആശുപത്രിയിലെത്തിക്കുന്നതിനു പകരം മനസാക്ഷി മരവിക്കുന്ന രംഗങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നതിൽ മാത്രം പ്രതിബദ്ധത കണ്ടെത്തുന്നവർ. ബഹുരാഷ്ട്ര കമ്പനികളിൽ ആരോഗ്യവും ആയുസ്സും ഉരുകിത്തീർത്ത് സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാതെ യന്ത്രങ്ങളായി ചലിക്കുന്നവർ. ഷോപ്പിംഗ് മാളുകളിലും മെഗാ ഷോപ്പിംഗ് മേളകളിലും അർദ്ധരാത്രി കഴിഞ്ഞും ആട്ടവും പാട്ടും ആഭാസങ്ങളും കൊണ്ട് കൗമാരം കലുഷിതമാക്കുന്നവർ. ഇന്റർനെറ്റിലും സൈബർ സ്പേസിലും ആസ്വാദനത്തിന്റെ വർണ്ണപ്രപഞ്ചം തിരഞ്ഞ് അപഭ്രംശത്തിന്റെയും അധാർമികതയുടെയും ആൾരൂപങ്ങളായി അധപ്പതിക്കുന്നവർ. ക്ലബ്ബുകളിലും പബ്ബുകളിലും കുടിയന്മാരുടെ കൂട്ടായ്മ തീർത്ത് നാലുകാലിൽ നാട് തെണ്ടുന്ന വികൃത ജീവിതങ്ങൾ. ഉറക്ക ഗുളികകളിലും ഇഞ്ചക്ഷനുകളിലും ശാന്തി നേടാൻ കഴിയാതെ ആൾദൈവങ്ങളും ധ്യാനകേന്ദ്രങ്ങളും ഒരുക്കുന്ന സൂപ്പർ ഭക്തിയിലും കപട ആത്മീയതയിലും അഭിരമിക്കുന്നവർ. മാന്യമായി ലഭിക്കുന്ന വരുമാനത്തിൽ തൃപ്തിയടയാതെ കൈക്കൂലിയിലും കള്ളക്കടത്തിലും ധനസമ്പാദനത്തിന്റെ കുറുക്കുവഴികൾ തേടുന്നവർ. വിനോദങ്ങൾക്ക് ഉത്സവഛായ പകർന്ന് താരസുന്ദരികളും കോടിപതികളും അണിയിച്ചൊരുക്കുന്നത് ആർത്തിയോടെ വിഴുങ്ങി സമയവും സന്മനസ്സും കളഞ്ഞുകുളിച്ച് കളി കാര്യമാക്കുന്നവർ. മതത്തിന്റെ ബാലപാഠങ്ങളും ദൈവിക ദർശനത്തിന്റെ പ്രായോഗിക ജീവിത രീതിയും നേരാംവണ്ണം ഗ്രഹിക്കുന്നതിനു പകരം മെഴുകുതിരിയുടെ അരണ്ടവെട്ടത്തിലും പാതിരാവിന്റെ പേടിപ്പെടുത്തുന്ന ദുരൂഹതയിലും വിഷലിപ്ത ചിന്തകൾ സിരകളിലേക്ക് കുത്തിവെച്ച് ജീവിതത്തിന്റെ സുവർണകാലം ചാവേറുകളായി പൊട്ടിത്തെറിക്കുന്നവർ. വിസ്മയിപ്പിക്കുന്ന വേഗതയിൽ വികാസത്തിന്റെയും വളർച്ചയുടെയും ലോകത്ത് കുതിക്കുകയാണ് മനുഷ്യനിന്ന്. കാത്തിരിപ്പിന്റെയും മനംമടുപ്പിന്റെയും മണിക്കൂറുകൾക്കു പകരം മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ അമ്പരപ്പിക്കുന്ന അറിവിന്റെയും കണ്ടുപിടുത്തങ്ങളുടെയും ലോകത്ത് മുന്നേറുകയാണവൻ. പ്രവിശാലമായ പ്രപഞ്ചവും നോക്കിയാൽ അറ്റമില്ലാത്ത അണ്ഡകടാഹവും സ്വീകരണമുറിയിലെ ചതുരപ്പെട്ടിക്കകത്തോ വിരൽത്തുമ്പിൽ തുടിക്കുന്ന ഉപകരണങ്ങളിലോ ആവാഹിച്ച് അടങ്ങാത്ത അഭിനിവേശവും അറ്റമില്ലാത്ത അന്വേഷണവുമായി വിജയത്തിന്റെയും വളർച്ചയുടെയും വാതായനങ്ങൾ കീഴടക്കി നിരന്തരം നിരങ്കുശം യാത്ര തുടരുന്ന മനുഷ്യ, എവിടെ നിന്നാണ് നിന്റെ യാത്ര തുടങ്ങിവെച്ചത്? പുതുപുത്തൻ സൗകര്യങ്ങളും അമ്പരപ്പിക്കുന്ന സങ്കേതങ്ങളും കയ്യിലാക്കി കിതയ്ക്കാതെ കുതിക്കുന്ന മനുഷ്യ, ഒന്ന് തിരിഞ്ഞു നോക്കുക. എന്തായിരുന്നു നിന്റെ അവസ്ഥ 10 വർഷം മുമ്പ്, 20 വർഷങ്ങൾക്ക് മുമ്പ്, 30 വർഷങ്ങൾക്ക് മുമ്പ്? അന്ന് നിനക്കു പ്രായം 5 വയസ്സ്. നിഷ്കളങ്കതയും മൃദുലതയും മുറ്റിനിൽക്കുന്ന ആ വശ്യമായ മന്ദസ്മിതം. അതിനും മുമ്പ് മുഴുപ്പല്ലുകാട്ടി പ്രകാശം വിതറി കാര്യമറിയാതെ കലപില കൂട്ടി നടന്നിരുന്ന കൊച്ചുകുഞ്ഞ്. ബാല്യകാലം ഓർത്തെടുക്കാനാകുന്നുണ്ടോ? പിച്ചവെച്ച് പിതാവിന്റെ കയ്യിൽ തൂങ്ങി ജീവിതത്തിന്റെ നെറുകയിലേക്ക് കൈകാലിട്ടടിച്ചും ഉറക്കക്കരഞ്ഞും മാത്രം ആശയവിനിമയത്തിന് സാധിച്ചിരുന്ന ആ പിഞ്ചു പൈതൽ അമ്മിഞ്ഞപ്പാലുകൊണ്ടു മാത്രം പശിയടക്കി ജീവിച്ചു തുടങ്ങിയ ആ പഴയ കാലം. അന്നൊരു ദിവസം ആശുപത്രിയിലെ അടച്ചിട്ട പ്രസവമുറിയിലെ വരാന്തയിൽ അക്ഷമയോടെ തള്ളി നീക്കിയ കാത്തിരിപ്പിന്റെ അന്ത്യമായിരുന്നില്ലേ നീ? അതെ, യഥാർത്ഥത്തിൽ ശൂന്യതയിൽ നിന്നാണ് നിന്റെ തുടക്കം. ശൂന്യമായ ഒന്നുമില്ലായ്മയിൽ നിന്ന്, തികഞ്ഞ അപരിചിതാവസ്ഥയിൽ നിന്ന്. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം അവന്റെ മേൽ കഴിഞ്ഞുപോയിട്ടുണ്ടോ? സങ്കീർണവും വിപൽക്കരവുമായ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട വളർച്ചയെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? മാതാവിന്റെ ഗർഭാശയത്തിനകത്ത് അട്ടയെപ്പോലെ അള്ളിപ്പിടിച്ച് നിസാര വസ്തുവായി കഴിഞ്ഞുകൂടിയ നീണ്ട മാസങ്ങൾ. ബീജവും അണ്ഡവും ചേർന്ന് സിക്താണ്ഡമായി, പിന്നെ അത് ഭ്രൂണമായി, രക്തപിണ്ഡമായി,
എല്ലുകൾ രൂപപ്പെട്ട് മാംസം കൊണ്ട് പൊതിഞ്ഞ് ചുരുണ്ടുകൂടി കിടന്ന് പിന്നീട് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ടൊരു മനുഷ്യനായി മിടിച്ചു തുടങ്ങിയതല്ലേ നീ? وَلَقَدْ خَلَقْنَا الْإِنسَانَ مِنْ سُلَالَةٍ مِنْ طِينٍ ثُمَّ جَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَكِينٍ ثُمَّ خَلَقْنَا النُّطْفَةَ عَلَقَةً فَخَلَقْنَا الْعَلَقَةَ مُضْغَةً فَخَلَقْنَا الْمُضْغَةَ عِظَامًا فَكَسَوْنَا الْعِظَامَ لَحْمًا ثُمَّ أَنشَأْنَاهُ خَلْقًا آخَرَ فَتَبَارَكَ اللَّهُ أَحْسَنُ الْخَالِقِينَ. തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്തു വെച്ചു. പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി. എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. നിസ്സാരവും നിസ്സഹായവുമായ അവസ്ഥയിൽ നിന്ന് വളർച്ചയുടെ പടവുകൾ താണ്ടിക്കയറി ഇന്നീ നിലയിലെത്തിയ മനുഷ്യ, മൃഗങ്ങളെപ്പോലെ അലഞ്ഞു തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം. നിയതമായ ഒരു ലക്ഷ്യമുണ്ട്. കൃത്യമായ ചുവടുവെപ്പുകൾ അനിവാര്യമാണതിന്. അവകാശങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുമ്പോഴും കടമകളും ബാധ്യതകളും നിർവഹിക്കേണ്ടതുണ്ട്. നാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹുവിനെക്കുറിച്ചറിഞ്ഞ് എല്ലാം അവനർപ്പിച്ച് അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് നിനക്ക് ഭൂമിയിൽ നിർവഹിക്കാനുള്ള മുഖ്യധർമ്മം. വിദ്യാർത്ഥികൾ കാലത്തിന്റെ പ്രതീക്ഷയാണ്. സാമൂഹിക ചക്രത്തിന്റെ ഗതി ഭാവിയിൽ സുരക്ഷിതമാക്കേണ്ടവർ, തലമുറകൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാനവും സംസ്കാരവും ഏറ്റെടുക്കേണ്ടവർ, ഏതൊരു ജീവനുള്ള സമൂഹത്തിന്റെയും ഗതിവിഗതികളിൽ ശക്തമായ സ്വാധീനം ചെലുത്തേണ്ടവർ. വിദ്യാർത്ഥി സമൂഹത്തിന് വിശേഷണങ്ങൾ അനവധിയാണ്. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും ശാസ്ത്രബോധത്തിന്റെയും ഉയർന്ന തലത്തിലേക്കെത്തിയിട്ടും സാങ്കേതിക വിദ്യയുടെ നൂതനവും അത്ഭുതകരവുമായ വികാസത്തിലെത്തിയിട്ടും ധാർമ്മിക സദാചാര രംഗത്ത് വലിയ വീഴ്ചകൾ സംഭവിക്കുന്നത് നിത്യവും നാം കാണുന്നു. കുട്ടിക്രിമിനലുകളായി മാറുന്ന ബിരുദധാരികൾ, മാഫിയകളുടെ വലംകൈയായി മാറുന്ന യുവത്വവും കൌമാരവും, മദ്യവും ലോട്ടറിയും പിടിമുറുക്കിയിരിക്കുന്ന ആധുനിക ക്യാമ്പസ്, മാതാവിനെയും അയൽവാസിയെയും പോലും തിരിച്ചറിയാനാവാത്ത വിധം തകർന്നടിഞ്ഞ സദാചാരബോധം, മാധ്യമങ്ങളുടെ ഇക്കിളികൾക്കനുസരിച്ചു തുള്ളുന്ന കൌമാരം, കുടുംബബന്ധത്തിന്റെയോ അയൽപ്പക്ക ബന്ധത്തിന്റെയോ മഹത്വമറിയാത്തവർ, തന്റെ കൂടെ ജീവിക്കുന്ന സഹപാഠിയുടെ പോലും വിഷമവും വേദനകളും ഒരിക്കലും മനസ്സിലാക്കാനോ തിരിച്ചറിഞ്ഞ ദുഃഖങ്ങൾക്ക് ആശ്വാസവചനം ചൊരിയാനോ തയ്യാറാകാത്ത കാപട്യവും അന്ധതയും ബാധിച്ച മനസ്സുകൾ. നാട്ടിലെന്ത് നടന്നാലും ഞാനും എന്റെ മൊബൈലും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും എന്നു മാത്രം വിചാരിക്കുന്ന വിഡ്ഢികൾ. സത്യത്തിൽ നമുക്കിടയിൽ വളർന്നുവരുന്ന തലമുറ നൽകിക്കൊണ്ടിരിക്കുന്ന ദുരന്ത സന്ദേശങ്ങളാണിവയെല്ലാം. ഏത് സമൂഹത്തിലും അപഭ്രംശങ്ങളും ചുതികളും കാണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര വ്യാപകത്വം കണ്ടിട്ടുണ്ടോ എന്നത് സംശയകരമാണ്. മുഹമ്മദ് നബി പറഞ്ഞു, ഒരു വ്യക്തിക്ക് അയാൾ ഉദ്ദേശിക്കുന്ന തിന്മകൾ ഏറ്റവും സ്വകാര്യമായി ചെയ്യാൻ സാധിക്കുന്ന ഘട്ടം വന്നാൽ അന്ത്യദിനത്തിന്റെ ശിക്ഷ സംജാതമാകുന്നതിന്റെ ഒന്നാം പടിയാണിത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ തിന്മകളുടെ വേലിയേറ്റത്തിൽ നിന്ന് നമ്മുടെ നാടിനെയും തലമുറയെയും രക്ഷിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം ഓരോ മുസ്ലിമിനുമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു എന്നു പറഞ്ഞ് നിരാശപ്പെടേണ്ടവനല്ല വിശ്വാസി. മറിച്ച് ഇതിനേക്കാൾ അധപ്പതിച്ച ഒരു സമൂഹത്തെ ലോകത്തിനു മുന്നിൽ സമാനതകളില്ലാത്ത ഔന്നത്യത്തിലേക്ക് പരിവർത്തിപ്പിച്ച
മുഹമ്മദ് നബിയുടെ ശോഭനമായ ചരിത്രം നമ്മുടെ കൺമുന്നിലുണ്ട്. ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് MSM അതിന്റെ പ്രബോധന സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നത്. കേരളീയ സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ചരിത്രപരമായി നേതൃത്വം നൽകിയതും വർത്തമാനകാലത്തിൽ തുടർച്ച നിർവഹിക്കുന്നതുമായ നവോത്ഥാന സംരംഭങ്ങൾ സുവിദിതമാണല്ലോ. KNM, ISM, MSM എന്നിവ ഒന്നിച്ച് സംഘടിതവും ആസൂത്രിതവുമായ ദഅ്വാ പ്രവർത്തനങ്ങളാണ് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ ഇളം തലമുറയായ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യവസ്ഥാപിതമായ പ്രബോധന സംസ്കരണ പ്രവർത്തനങ്ങളാണ് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തവും കുറ്റമറ്റതുമായ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഈ പദ്ധതികൾ നടപ്പിൽ വരുത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ MSMന് സാധിച്ചിട്ടുണ്ട്. അറിവ് സമാധാനത്തിന് MSM കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് 2011 ജനുവരി 7, 8, 9 വെള്ളി, ശനി, ഞായർ, കോട്ടയ്ക്കൽ. 2011 ജനുവരി 7, 8, 9 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിനടുത്ത് രണ്ടത്താണി സലഫി നഗറിൽ നടക്കുകയാണ്. 3 ദിവസങ്ങളിലായി വ്യത്യസ്ത സെഷനുകളിൽ കേരളത്തിലെയും പുറത്തെയും പ്രഗത്ഭ പണ്ഡിതർ ക്ലാസുകൾ നയിക്കും. ക്യാമ്പസുകളിൽ നിന്നും പ്രാദേശിക തലങ്ങളിൽ നിന്നുമായ 100,000 പ്രതിനിധികളെ പങ്കെടുപ്പിക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിനും നാടിനും മതത്തിനും മുതൽക്കൂട്ടാകുന്ന ഈ നല്ല സംരംഭം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഒരാൾക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടുന്നത് നമ്മുടെ ഇഹപര വിജയത്തിന്റെ ആദ്യ മാനദണ്ഡമാണെന്നതാണല്ലോ നമ്മുടെ പ്രതീക്ഷ. താങ്കൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സഹായം കൊണ്ടും ഈ കൈത്തിരിയോട് കൂടെയുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. നാഥൻ അനുഗ്രഹിക്കട്ടെ.